ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 103-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രിയമുള്ളവരെ, കരുണ തോന്നുന്നവനായ ഒരു ദൈവം, നമ്മളോട് മനസ്സലിയുന്നവനായ ഒരു ദൈവം, ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവപാദപീഠം വിട്ടുപോകുകയോ കൽപ്പനകളെ മറുത്തു നിൽക്കുകയോ ചെയ്തൊരു ജീവിതാനുഭവം നമുക്കുണ്ടെങ്കിൽ പോലും പിന്നത്തേതിൽ അനുഭവിച്ച് എനിക്ക് സംഭവിച്ചതായ കുറവുകൾ, ബലഹീനതകൾ ഇന്നതാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ നമ്മോട് ധാരാളമായി ദയ കാണിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ ദയ എന്നുമെന്നേക്കും തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കും, അതവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഇത്ര വലിയവനായ ഒരു ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവം ചെയ്തിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ദയ നമ്മോട് കാണിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ദയക്കായി കാംക്ഷിക്കുന്നു. എന്നാൽ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം കഴിഞ്ഞ നാളുകളിലെ പാപമംഗലമായ ജീവിതത്തിലോ അല്ല കൽപ്പനകളെ മറുത്തു ജീവിച്ച അനുഭവങ്ങളോ ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വരാൻ കഴിയാതെ പോയ അവസ്ഥകളോ ഉണ്ടെങ്കിലും ഇന്ന് രാവിലെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്നെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും തന്നെ ഭയപ്പെടുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. അവനോടടുത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് നമ്മോട് ദയ കാണിക്കും, ധാരാളമായി ദയ കാണിക്കും. മലാക്കി പ്രവാചകർ അതിനെക്കുറിച്ച് പറയുന്നു. അവസാന നാളുകളിൽ ഒരു മകൻ തന്നെ, ഒരപ്പൻ തന്നെ സേവ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കും. ഒരപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കും. ദൈവത്തിന്റെ ഇത്ര വലിയൊരു വാഗ്ദാനം രാവിലെ സമയം കേൾക്കുമ്പോൾ കരുണയ്ക്കായി ദയക്കായി കാംക്ഷിക്കുന്നവരെ ഈ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരിക. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ നല്ല ദിവസം രാവിലെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ആ കർത്താവ്, ആ ദൈവം നമ്മുടെ രക്ഷകനായി തീരും, നമ്മുടെ കർത്താവായി തീരും. തീർന്നാൽ നമ്മുടെ അപ്പനായി തീരും. തീർന്നാൽ നമ്മോടുള്ളവന്റെ ദയ നിരന്തരമായിരിക്കും. നമ്മൾക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ മക്കൾക്കും അവന്റെ ദയ ലഭിക്കും. ആകയാൽ ഇന്ന് രാവിലെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്നു. ആമേൻ.